ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ബീഫ് കൊണ്ടുള്ളൊരു ഉഷാറ് സംഭവമാണ് ബീഫ് ചുക്ക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ബീഫൊക്കെ ഒന്ന് നന്നായിട്ട് മുറിച്ചെടുക്കണം. ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. നല്ല കഷ്ണമുള്ള നല്ല ബീഫാട്ടോ, നല്ല ഇറച്ചിൻ്റെ തമ്മിൽ. ഈ ഒരു വലുപ്പത്തിൽ നമ്മളിത് അരിയാം. ഈ പാത്രത്തേക്ക് ഇങ്ങനെ ഇട്ടെടുക്കാം. നമ്മളിത് നല്ലോണം കഴുകണം. അപ്പോൾ ഇറച്ചി നമ്മൾ ഏത് ഇറച്ചിയായാലും ഒരു 3-4 പ്രാവശ്യം കഴുകണം. നമുക്കിനി ഒന്നും കൂടി 2 പ്രാവശ്യം കൂടി കഴുകട്ടോ. അപ്പോൾ നമ്മളെ ബീഫൊക്കെ നമ്മൾ നല്ലപോലെ ഒരു 3-4 പ്രാവശ്യം കഴുകി അതിൻ്റെ ചോരയൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല റെഡിയാക്കി വെച്ചിന്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ മുളകും പൊടി കുറച്ച്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്. ഇത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ നടുക്ക് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ കുറഞ്ഞെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്കത് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ മസാലക്കൂട്ട് നമുക്ക് ഇനി ഈ ബീഫിക്ക് നല്ലോണം പുരട്ടിങ്ങിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഇത് കൈ കൊണ്ട് തന്നെ നല്ലോണം ചേർക്കണം കേട്ടോ, എന്നാലിത് എല്ലാ ഭാഗത്തും. അല്ല, ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടാക്കാൻ നോക്കണേ. ഉപ്പില്ലെങ്കിൽ ലേശം ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ട് നല്ലോണം സെറ്റാക്കിയിട്ട് വെച്ചിട്ട് വേണം നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാൻ. അപ്പം ഇനി ഇതേ കുറച്ച് നേരം അവിടെ മസാലയൊക്കെ പിടിച്ചൊരു 10-15 മിനിറ്റ് വരെ അവിടെ നിൽക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മളെ അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. അതവിടെ അടച്ചേക്കാം. വിറക് ഒക്കെ റെഡി ആയിന്. ഇപ്പോൾ നല്ല ഉണങ്ങിയ വിറകൊക്കെയാണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇനി അടുപ്പൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേഗം നമ്മളെ ബീഫ് അടുപ്പത്ത് വയ്ക്കണം. അപ്പോൾ നമ്മൾ ഈ ഓലക്കൊടിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇങ്ങനെ ഞെരിച്ചൊന്ന് കൊടുത്താലേ പെട്ടെന്ന് കത്തി കിട്ടിക്കോളും. കത്തുണ്ട്, നമുക്കിതൊന്ന് വെച്ചെടുക്കാം. അപ്പോൾ അടുപ്പ് നല്ലോണം കത്തി പിടിച്ചതിന് നമ്മൾ മസാല ചേർത്ത് വെച്ചാൽ ബീഫ് ഈ കുക്കറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളം കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട്. ഇങ്ങനെ ഇത്ര വെള്ളം മതി. നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഞാൻ ഈ കുക്കറിൻ്റെ മുകളിൽ ലേശം വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാലേ കുക്കറെല്ലാവരും വല്ലാതെ അടുപ്പിലൊന്നും വെക്കുകയില്ലല്ലോ, ഗ്യാസുമ്മലൊക്കെ അല്ലേ വെക്കുക. അപ്പോൾ കരി പിടിച്ചാൽ നമുക്ക് കഴുകാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തീയൊക്കെ കത്തട്ടെ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് വേവണ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളെ ബീഫ് അടുപ്പത്ത് കുക്കറിൽ കിടന്ന് നല്ലോണം ഒന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ഈ ഉള്ളി ഒന്ന് തോലൊളിച്ച് റെഡിയാക്കി വയ്ക്കാം. ഈ ഉള്ളി നമ്മളിത് അങ്ങനെ നല്ലപോലെ തോലൊളിച്ചാണ്ട് വയ്ക്കാം. അപ്പോൾ നമ്മളെത്ര ഒരു 1.5 കിലോ ബീഫാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഈ 1.5 കിലോ ബീഫിക്ക് നമുക്ക് ഒരു 3 ഉള്ളി മതി. നമുക്ക് ഈ വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കാം. അവിടെ കിടക്കട്ടെ. അടുത്തൊരു ഉള്ളിയും കൂടി നന്നാക്കാണ്. അപ്പം നമ്മൾ വെല്ലുള്ളി നന്നാക്കി വെച്ചു. നമുക്ക് അതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണേ. അപ്പം നമ്മൾ ഈ വെളുത്തുള്ളിയും കൂടി ഒന്ന് നന്നാക്കി ആ വെള്ളത്തേക്ക് ഇടാം. കൂടുതലൊന്നും വേണ്ട, ഒരു 5-6 അല്ലി മതി. ഇപ്പോൾ കണ്ടില്ലേ, ഇത്ര ഉള്ളി മതി വെളുത്തുള്ളി. നമുക്കിതൊന്ന് നന്നാക്കേണ്ട ഇതും കൂടി ആ വെള്ളത്തേക്ക് ഒന്ന് ഇട്ടെടുക്കാം. ഇതെന്താ അത് തോലൊക്കെ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ? അതുപോലെ നമുക്ക് ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ നന്നാക്കിയിട്ട്
നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ട വറ്റൽമുളകാണേ. അപ്പോൾ ഈ വറ്റൽമുളകിൻ്റെ ഈ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞാണ്ട് ഒന്ന് ഉഷാറാക്കിക്കാം അല്ലേ. ഇതേപോലെ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞാൽ ഇത് നമുക്ക് അതിനകത്തൊന്നും വേണ്ട കേട്ടോ. നമ്മളെ ബീഫിൽ നമ്മൾ മുളക് പൊടി ഇട്ടീനല്ലോ. അപ്പോൾ ഇത് ഒരു നോക്കട്ടെ, നമുക്കൊരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത്ര മതി. ഇപ്പോൾ നമ്മൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം കഴുകുക. ഇതേപോലെ കഴുകിയിട്ട് ഇനി ഇട്ടിട്ട് നമുക്ക് ഇത് അരിയണം. ഇതുപോലെ നൈസായിട്ട് അരിയണം. അങ്ങനെ നമ്മളെ മൂന്നാമത്തെ ഉള്ളി ഇതാ അരിഞ്ഞ് കഴിഞ്ഞു. ഈ വെളുത്തുള്ളിയും വറ്റൽമുളകൊന്നും അരിയണ്ട. അപ്പോൾ ഈ ഉള്ളി നമുക്ക് പൊരിക്കാനുള്ളതാണ്. ഈ പൊരിക്കുന്ന കൂട്ടത്തിലേക്ക് തന്നെ ഉള്ളതാണ് നമ്മളെ ഈ വെളുത്തുള്ളി ഈ വറ്റൽമുളകും. ഇത് 4 വിസിലായി നമുക്ക് ഇത് വാങ്ങാം. അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ നല്ല പോയിന്. നമുക്കൊന്ന് കുക്കറൊന്ന് തുറക്കുക. ഇപ്പോൾ നല്ലോണം വെന്തിന്. അപ്പോൾ ചൂടാറാൻ വേണ്ടി നമ്മളിതൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളിയും മുളകൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ചെടുക്കാം. നമുക്കിത് വേഗം ഒന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പരന്ന പാത്രത്തേക്ക് തട്ടിക്കോ ഇങ്ങനെയൊക്കെ മാറ്റി വെച്ചാൽ മതി. നമ്മൾ ചട്ടി നല്ല ചൂടായിട്ടോ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. നമ്മൾ ഉള്ളി ഇട്ടുകൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ വെളുത്തുള്ളിയും നമ്മളെ വറ്റൽമുളകും കൂടി ഇട്ടുകൊടുക്കുക. ഇതങ്ങനെ ഇളക്കന്നെ. നമ്മൾ കുറച്ച് കരിവേപ്പിലയും കൂടി ഇതിൽ ഇട്ടുകൊടുക്കണ്ടേ. ഈ ഉള്ളിയൊക്കെ നല്ലോണം ചുവപ്പ് കളറാവണത് തന്നെ വാട്ടണം. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കണം, കരിയാൻ പാടില്ല. ആ വെളുത്തുള്ളിയും വറ്റൽമുളകും ഒക്കെ അതിൻ്റെ കൂടെ നല്ലോണം ഞെരിഞ്ഞ് വരണം. നമ്മൾ ഉള്ളിയും മുളകൊക്കെ നല്ലോണം ഞെരിഞ്ഞിന് നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ച ബീഫ് ഇല്ലേ അതിക്കാൻ ഇട്ട് കൊടുക്കണേ. ഇത് ഒന്നും കൂടി എന്നിട്ട് ചൂടാറിക്കോട്ടെ, കാരണം നമുക്കിത് കൈ കൊണ്ട് നല്ലോണം ഞെരടി ചേർക്കാനുള്ളതാണ് ഇതിക്ക്. അപ്പോൾ കൈ പൊള്ളാതൊക്കെ വേണ്ടിയിട്ട് ഒന്നും ചൂടാറിക്കോട്ടെ. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയും കേട്ടോ. ഇനിയാണ് അടുത്ത പരിപാടി. ഇതാണ് നമ്മളെ പരിപാടി കേട്ടോ. ഇതേപോലെ നല്ലോണം ഞെരടി മുളകും വെളുത്തുള്ളിയൊക്കെ പാടെ ഈ ബീഫിക്ക് നല്ലോണം അത് ഞെരടി ചേർത്ത് കൊടുത്താലുണ്ടല്ലോ. ഈ ബീഫ് എന്നൊക്കെ പറഞ്ഞാലേ നമ്മളെ മലപ്പുറംകാർക്ക് ഒരു സംഭവം തന്നെയാണ്. എല്ലാവർക്കും എല്ലാ ജില്ലക്കാർക്കും ഇഷ്ടപ്പെട്ടൊരു ഫുഡല്ലേ ബീഫ്. പൊറോട്ടയൊക്കെ കൂട്ടി ഇങ്ങോട്ട് കഴിക്കാറിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് നമ്മളെ വായിലിങ്ങോട്ട് വെള്ളൂറും. എന്താല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഈ ചട്ടി നമ്മളൊന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ബീഫില്ലേ മുളകും ഉള്ളിയും ഒക്കെ പടട്ടുങ്ങാണ്ട് ഞെരടി വെച്ച ഈ ബീഫിനെ ഈ ചട്ടിക്ക് ഇട്ടുങ്ങാണ്ട് പൊരിച്ചിങ്ങോട്ട് എടുത്താലുണ്ടല്ലോ കിടിലനായിരിക്കും. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീയൊന്നും വല്ലാതെ കത്തിക്കരുത്, തീയൊന്ന് കുറച്ച് കൊടുക്കണം. ചെറിയ തീയിൽ കിടന്നിട്ട് മൊരിയട്ടെ. അപ്പോൾ നമ്മൾ ഒന്നും കൂടി തുറന്ന് നോക്കിന്
അടി പിടിച്ചിരുന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും കൂടിയൊക്കെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്കൊന്നും കൂടി അടച്ചു വയ്ക്കാം. നല്ലോണം മുരിഞ്ഞ് വന്നതിന് ഇതന്നെയാണ് നമ്മൾ വിചാരിച്ചത് ബീഫ് ചുക്ക. നമുക്കിതേ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കും. ഇതിക്ക് ലേശം മല്ലിച്ചപ്പും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മളെ ബീഫ് ചുക്ക അങ്ങനെയുണ്ട് റെഡിയായി. നമ്മളെ ഈ ബീഫ് ചുക്ക കഴിക്കാനായിട്ട് നമ്മൾ ചൂടുള്ള 2 പൊറോട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ബീഫ് ചുക്ക ഒന്ന് വിളമ്പാം. ഇത് നടുക്കിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതേപോലെ അപ്പോൾ നല്ല ഭംഗിക്ക് വേണ്ടി 2 ഉള്ളിയും ഒരു ചെറുനാരങ്ങയൊക്കെ ഇതിൽ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി നമ്മളെ സാൻകാക്കയ്ക്ക് കൊടുത്തു നോക്കാം. അതുകൊണ്ട് ഒന്ന് കഴിച്ചു നോക്കും. നാരങ്ങയൊക്കെ നല്ലോണം പിഴിഞ്ഞിട്ട് അല്ലേ? അടിപൊളിയാണോ? ഉഷാറുണ്ടോ? അപ്പോൾ ഈ ബീഫ് ചിക്കൻ എല്ലാവരും വീട്ടിലുണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ പുതിയ വീഡിയോകളൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനി ഞാനും കൂടി ഒരു കഷ്ണം തിന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല ടേസ്റ്റാണ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മലപ്പുറംകാരുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബേജാറാവണ്ട, ഇടങ്ങാറാവണ്ട, എല്ലാവരും വെച്ചോളി തിന്നോളി.